ഒരുപാട് സന്തോഷായി മോനെ. ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചല്ലോ. അമൃത എന്നെ വിളിച്ചായിരുന്നു. തീയതി നിശ്ചയിക്കാൻ നമ്മൾ ചെല്ലാത്തതില് അവള് കുറച്ച് പരിഭവമൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. എടാ, അതിപ്പോ ഞങ്ങളില്ലെങ്കിലും എല്ലാം ഭംഗിയായി നടന്നില്ലേ? ആന്റി, അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാൻ കുന്നുകൂടി കിടക്ക്. അതൊന്ന് പോയി വൃത്തിയാക്ക്. എന്നിട്ട് മതി വാചോടിക്കലൊക്കെ. ഡേ, നീ എന്താടി കരുതിയത്? ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നോ? കുറച്ച് കാലമായി ഞാൻ നിന്നെ സഹിക്കുക. വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടതേ മരുമക്കളാ, അല്ലാതെ അമ്മായിയമ്മയല്ല. മര്യാദയ്ക്ക് അതെല്ലാം പോയി ചെയ്യേ. മര്യാദയ്ക്ക് അടുക്കള ജോലി ചെയ്തില്ലെങ്കിൽ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. ആകാശിന്റെ കല്യാണം നിശ്ചയിച്ചതിന്റെ പേരില് എന്റെ സ്വർണം തിരിച്ചു തരാന്ന അഹങ്കാരമാണ് തള്ളക്ക്. ഇപ്പോഴാ നീ ശരിക്കും ഒരു അമ്മായിയമ്മയായത്. എന്താടി നോക്കി നിൽക്കുന്നേ? പോയി പണിയെടുക്കടി. എന്റെ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ സഹിക്കുന്നത്. അതൊന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ ദിവ്യപ്രഭ ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. എന്ത് കാഴ്ച കാണാൻ എവിടെ ഇരിക്കുന്നേ? അടുക്കളയിലോട്ട് വാ, വന്ന് പാത്രം കഴുകുക. ഇരിയടാ അവിടെ. ഈ വീട്ടിലെ അടുക്കള പണി ചെയ്യുന്നത് സ്ത്രീകളാ, അല്ലാതെ പുരുഷന്മാരല്ല. അമ്മേ, ആണുങ്ങളെ അടുക്കളയിൽ കയറിയെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമല്ലേ? 30-30 കൊല്ലമായി ഞാൻ ഈ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അന്നൊന്നും കാണാത്ത സ്ത്രീ ശാക്തീകരണം ഇനിയും വേണ്ട. നിന്റെ ഭാര്യയോട് പോയി പണിയെടുക്കാൻ പറ. അതെ, പാത്രം കഴുകിയാൽ മാത്രം പോരാ, അടുക്കളയും ഡൈനിങ് റൂമും തൂത്തുവാരി വൃത്തിയാക്കണം. എന്തായാലും നന്നായി, അവക്കൊരു ഡോസിന്റെ കുറവുണ്ടായിരുന്നു. ഏട്ടനിങ്ങനെ ഭാര്യയുടെ വാലി തൂങ്ങി നടക്കാതെ കുറച്ചൊക്കെ തന്റെ ഇടം കാണിക്കണം. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവള് കരാട്ടക്കാരിയാമേ. എന്തായാലും ചെന്ന് സഹായിച്ചേക്കാം. ഇല്ലെങ്കിൽ ഇടി വാങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും. കഷ്ടം. അവൾ അവനെ കൊണ്ട് അടുക്കളയിലെ പണി മൊത്തം എടുപ്പിക്കും. സത്യത്തിലേ ഇവനെ ഞാൻ തന്നെയാണോ പ്രസവിച്ചെന്ന് നല്ല സംശയമുണ്ട്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.